ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 11 റിവ്യൂ. ഇന്ന് ഹൗസിൽ മെയിനായിട്ട് നടന്നത് ഇന്നലത്തെ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിൻ്റെ 2ാം പാർട്ടാണ്. ഗാർഡൻ ഏരിയയിൽ 6 ഫ്രിഡ്ജുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ മാറി കുറേ സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പച്ചക്കറി സാധനങ്ങൾ, പാവകൾ, പെട്ടികൾ, ഉപകരണങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ നിരത്തി കൂട്ടിയിട്ടുണ്ട്. ആ സാധനങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്തിട്ട് പൂട്ടുന്ന ടീമായിരിക്കും ജയിക്കുക. എല്ലാവരും ആഞ്ഞു പിടിച്ച് പോരാട്ടം നടത്തി. തൽഫലമായി ഫ്രിഡ്ജിൽ സാധനങ്ങൾ നിറഞ്ഞു. ചില ഫ്രിഡ്ജൊക്കെ അടയ്ക്കാനോ പറ്റാതെ വന്നു. ബിഗ് ബോസ് സാധനങ്ങളുടെ എണ്ണം എടുക്കാൻ പറഞ്ഞു. ഓരോരുത്തരും എടുത്തു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, എൻ്റെ വീട്ടിലൊക്കെ ഫ്രിഡ്ജിൽ തലയണയും വേറെ സാധനങ്ങളും പാത്രങ്ങളും അതും ഇതും പാവകളൊന്നും വെക്കാറില്ല. നിങ്ങളുടെ ഫ്രിഡ്ജിൽ എന്താ അതിൻ്റെയൊക്കെ എണ്ണ എടുത്തേക്കണമെന്ന്. അവസാനം ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ മാത്രം എണ്ണ എടുത്തു. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ഒണിയൻ്റെ ടീമായിരുന്നു. ഏറ്റവും കുറവ് ശാരിക കെബിയുടെ. 2 ദിവസത്തെ ടാസ്കിൽ കൂടെ ഏറ്റവും പുറകെ ഇപ്പം നിൽക്കുന്നത് അനീഷും ശാരികയും തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒരു നിർദ്ദേശം വെച്ചു. ചിലർക്ക് തന്നെ സഹായിക്കാൻ വരുന്നവർ അത്ര നല്ല ആൾക്കാരല്ല, തന്നെ സഹായിക്കുന്നതിൽ വീഴ്ചകൾ വരുത്തുന്നു എന്ന് തോന്നലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായിക്കുന്നവരെ മാറ്റാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ശാരിക പറഞ്ഞു, എൻ്റെ ടീമുകളൊന്നിൽ ബിന്നിയിൽ എനിക്കത്ര വിശ്വാസം പോരാ. ബിന്നി ഞാൻ ഉദ്ദേശിച്ച പോലെ നന്നായിട്ട് പെർഫോം ചെയ്തില്ല. അനീഷ് പറഞ്ഞു, എൻ്റെ ടീമായ അപ്പാൻ്റെ ശരത്തിലും അനുമോൾ ഞാൻ ഒട്ടും തൃപ്തനല്ല. എന്തുകൊണ്ടെന്നാൽ അപ്പാൻ്റെ ശരത്താണെങ്കിൽ വലിയ ടാസ്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ടാണ് ഇന്നലെ താക്കോൽ ആദ്യമേ കൈ കിട്ടിയിട്ടും തുറക്കാൻ സാധിക്കാത്തത്. അനുമോളാണെങ്കിലും കറക്റ്റായിട്ട് ബിഗ് ബോസിൻ്റെ നിർദ്ദേശം അനുസരിക്കാതെയാണ് കളത്തിലിറങ്ങിയത്. ഞാൻ പലതവണ പറഞ്ഞിട്ടാണ് സുരക്ഷാ കവചങ്ങൾ അനുമോൾ ധരിച്ചത്. ഞാൻ അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ടും അവരുടെ പെർഫോമൻസ് മോശമായിരുന്നു. എനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നല്ല സഹായികളെ ആവശ്യമുണ്ട്. അനുമോളുടെയും അപ്പാനിയുടെയും മുഖഭാവങ്ങൾ മാറി. അവർ എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, ഇന്നലെ നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ വന്ന് എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? അപ്പാനി പറഞ്ഞു, നീ എൻ്റെ ശത്രു, എന്നിട്ട് മാക്സിമം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തത്, എന്നിട്ടും നീ ഒരു നന്ദിയില്ലാതെയാണ് പെരുമാറുന്നത്. ഇതും പറഞ്ഞ് അപ്പാനിയും അനുമോളൊക്കെ അവിടെ വഴക്കുണ്ടാക്കുന്ന അനീഷും എല്ലാം. ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി നമുക്ക് നറുക്കിട്ട് ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കാം. നേരത്തെ വന്നവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും മാറി നറുക്കിടാം. ഉണിയനും റെന ഫാത്തിമയ്ക്കൊന്നും അത്ര രസമുള്ള കാര്യമായിരുന്നില്ല. കാരണം അവർക്ക് നല്ല ആൾക്കാരുണ്ടല്ലോ വർക്ക് ചെയ്യാൻ. അനീഷിന് ഇത്തവണ കിട്ടിയത് നമ്മുടെ ഷൈത്തയും ആദില നൂറയുമായിരുന്നു. അനീഷ് പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ടീമിൽ വളരെ സാറ്റിസ്ഫൈഡാണ്. അപ്പോൾ അവിടെയുള്ളവരെല്ലാം ഇരുന്ന് കൂവലോട് കൂവൽ. ശരിക്കും പറഞ്ഞാൽ കൂവലിൻ്റെ കാര്യമില്ല. അനീഷിന് അടുത്ത ടാസ്ക് ജയിച്ചേ മതിയാവും. അതിന് നല്ല ടാസ്ക് ചെയ്യുന്നവരെ കിട്ടാൻ ആഗ്രഹിച്ചു. അത് തെറ്റല്ല. പിന്നെ അപ്പാന് ശരതും അനുമോളും അവർ മാക്സിമം ചെയ്തിട്ടുണ്ട്. അവർ മോശം തോൽപ്പിക്കണമെന്ന് ഓർത്തൊന്നല്ല അങ്ങനെ ചെയ്തു. റെന ഫാത്തിമയ്ക്ക് കിട്ടിയത് ബിന്നിനെയും അപ്പാൻ്റെ ശരത്തിനെയും. ശരിക്ക കലാഭവന് കിട്ടിയത് അനുമോളും അക്ബറും. രേണുസുതിക്ക് കിട്ടിയത് ഷാനവാസ് നെവിൻ. ശാരികയ്ക്ക് കിട്ടിയത് ബിൻസി അഭിലാഷ്. ഉണയലിന് കിട്ടിയത് ജിസൈൽ ആര്യൻ. ഉണയലിന് ഇത്തവണയും നല്ല ടീമുകളെയാണ് കിട്ടിയത്. കിച്ചണിൽ പിന്നെയും പ്രോബ്ലങ്ങൾ. അനീഷ് ഒരു ബൗളിൻ്റെ അകത്ത് ഉച്ചക്കത്തെ ചോറ് കുറച്ച് കളയാൻ വേണ്ടി വൈകിട്ട് മാറ്റി വെച്ചപ്പോൾ എല്ലാവരും അനീഷിനെതിരെ, നിങ്ങൾ എന്തിനാണ് ചോറ് കളയാൻ പോകുന്നത്? അത് മോശമാണ്, ഈ ചോറ് ഞങ്ങൾ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് പ്രോബ്ലം. അനീഷ് പറഞ്ഞു, എന്നെ ചവിട്ടിത്താഴ്ത്താൻ മാക്സിമം നിങ്ങൾ നോക്കുകയാണ്. കിച്ചണിൻ്റെ എല്ലാവരും പൊക്കോണം. ഈ കിച്ചണിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ്. ഞാൻ കിച്ചണിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തോളാം. ഇനി ഒരുത്തിനും ആരെയും ആവശ്യമില്ല, നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആരും പോകുന്നില്ല, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അനീഷ് പുറത്തേക്ക് വന്നിട്ട്, ഇനി ഞാൻ കിച്ചണിലേക്ക് കയറുന്നില്ല, നിങ്ങൾ അവിടെ നിന്ന് പോയാലേ ഞാൻ കിച്ചണിൽ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുന്നു. അങ്ങനെ കുറേ ഡ്രാമ ക്രിയേറ്റിംഗ്. അക്ബർ പറഞ്ഞു അനീഷിൻ്റെ ഇരട്ടത്തപ്പാണെന്ന്. ഉച്ചയ്ക്ക്
ചോറ് കുറച്ച് കൊടുത്തോളൂ, തികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വൈകിട്ട് കൊണ്ടുപോയി ചോറ് കളയുന്നു. ഇത് അനീഷിൻ്റെ ഇരട്ടത്താപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് അക്ബർ. ഇതിനിടയ്ക്ക് ജിസേലിനെതിരെ നമ്മുടെ അനിമോൾ ഫൗണ്ടേഷൻ കണ്ടെത്തി. അനിമോളും കൂട്ടുകാരും കുറേ പെണ്ണുങ്ങളെല്ലാവരും കൂടി ജിസേലിനെതിരെ, ജിസേൽ മേക്കപ്പ് സാധനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ജിസേലിൻ്റെ ഫൗണ്ടേഷൻ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിസേൽ പറഞ്ഞു അനിമോൾ ഉപയോഗിക്കുന്നില്ല, അനിമോളിൻ്റെ ചുണ്ട് ലിപ്സ്റ്റിക്ക് തേക്കുന്നില്ല. അപ്പോൾ അനിമോൾ പറഞ്ഞു ഞാൻ ബീട്രൂട്ടാണ് ഉപയോഗിക്കുന്നത്, ഇവിടെയുള്ളവരെല്ലാം ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ഒരു മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഫൗണ്ടൻ ഇത് കണ്ടെത്തിയിരിക്കുന്നത്, ഇതിന് തെളിവുണ്ട്. അപ്പോൾ ജിസേൽ പറഞ്ഞു ഞാനൊന്നും ഉപയോഗിക്കുന്നില്ല, എൻ്റെ സാധനങ്ങൾ വേണമെങ്കിൽ പെട്ടിക്കകത്ത് നോക്കുക, അതിൻ്റെ അകത്തൊന്നുമില്ല, എല്ലാം ആരോ എടുത്തിരിക്കുന്നു, അതിൽ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് ജിസേൽ. അതിൻ്റെ കുറേ തർക്കങ്ങൾ. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ ടീം അംഗങ്ങൾ വന്ന് ജിസേൽ കൊടുക്കാത്ത മേക്കപ്പ് സാധനങ്ങളൊക്കെ, ഒളിപ്പിച്ച് വെച്ച മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് ജിസയിലും മറുവശത്ത് അനിമോളും കുറേ പെണ്ണുങ്ങളും. വരും ദിവസങ്ങളിൽ അറിയാം ഓരോരുത്തരുടെ കളികൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. അതിനിടയ്ക്ക് നമ്മുടെ നെവിന് പൊട്ടറ്റോ ചിപ്സ് രാത്രി ആരും കാണാതെ ഉണ്ടാക്കി ഒരിടത്ത് പോയിട്ടിരുന്ന് നൈസായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ, ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുക്കണേ.